യുവാവിനെ കരിങ്കല്ലുകൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേർ റിമാൻഡിൽ. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാഞ്ഞിരത്തോട് ഷാപ്പിന് പുറകിൽ വെച്ച് 20/3/2025 വൈകിട്ട് 4:15 കൊരുമ്പിശ്ശേരി സ്വദേശിയായ കുമ്പളത്ത് പറമ്പിൽ വീട്ടിൽ 36 വയസ്സുള്ള ജിനിൽ എന്നയാളെ കരിങ്കല്ലുകൊണ്ടും മരവടികൾ കൊണ്ടും ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിന് കൊരുമ്പിശ്ശേരി സ്വദേശികളായ പുതുവീട്ടിൽ 25 വയസ്സുള്ള വിശാഖ്, ഓടയിൽ വീട്ടിൽ 21 വയസ്സുള്ള ആബിദ്, മടത്തിൽ വീട്ടിൽ 22 വയസ്സുള്ള സജീഷ് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. വിശാഖും ആബിത്തും സഹിഷ്ണുവും ലഹരി കച്ചവടം നടത്തുന്നുണ്ടെന്നുള്ള വിവരം ജിനീഷ് പോലീസിൽ അറിയിച്ചതിനുള്ള വൈരാഗ്യത്തിലാണ് ജിനീഷിനെയും കൂടെയുണ്ടായിരുന്ന വിഷ്ണുവിനെയും കൊരുമ്പിശ്ശേരി കാഞ്ഞിരത്തോട് ഷാപ്പിന് പിറകിൽ വെച്ച് 20/3/2025 വൈകിട്ട് 4:15 ഇവർ 3 പേരും ചേർന്ന് തടഞ്ഞു നിർത്തുകയും വിശാഖ് ജിനീഷിനെ അവിടെ കിടന്നിരുന്ന കരിങ്കൽ കഷ്ണം കൊണ്ട് തലയ്ക്കടിക്കുകയും തല വെട്ടിച്ചതിൽ കരിങ്കൽ കഷ്ണം നെറ്റിയുടെ വലതുവശത്ത് കൊണ്ട് ആഴത്തിൽ മുറിവ് വീണ്ടും തലയ്ക്കടിച്ചത് കൈകൊണ്ട് തടഞ്ഞപ്പോൾ തള്ളി മാറിയിട്ട ശേഷം മരവടികൾ കൊണ്ട് ജിനീഷിന്റെ പുറത്ത് അടിച്ചും പരിക്കേൽപ്പിക്കുകയും ഇത് തടയാൻ നോക്കിയ ജിനീഷിന്റെ കൂടെ ഉണ്ടായിരുന്ന വിഷ്ണുവിനെ ആബിത്തും സജിഷ്ണുവും ചേർന്നുകൂടി മരവടികൾ കൊണ്ട് തലയ്ക്കും കഴുത്തിലും അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം പ്രതികൾ ഒളിവിൽ പോയി. ജിനീഷിന് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ 21/3/2025 തീയതി രാവിലെ 11:30 മണിക്ക് പരാതി നൽകിയത് പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരവെയാണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിനടുത്ത് നിന്ന് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ആബിത്തിന് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ 2022 ലഹരി ഉപയോഗിച്ചതിന് ഒരു കേസുണ്ട്. സജിഷ്ണുവിന് തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ 2022 ലഹരി ഉപയോഗിച്ചതിന് ഒരു കേസും, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ 2023 പൊതുസ്ഥലത്ത് ലഹരിക്കടിമപ്പെട്ട് പൊതുജന ശല്യമുണ്ടാക്കിയതിന് 4 കേസുകളും 2024 ഒരു അടിപിടി കേസും പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു മോഷണ കേസും അടക്കം 7 ക്രിമിനൽ കേസുകളുണ്ട്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ MS, സബ് ഇൻസ്പെക്ടർമാരായ ആൽബി തോമസ്, വർക്കി, ദിനേഷ് കുമാർ PM, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുരുകദാസ് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്.